ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. വീടിന് ചുറ്റും ഒരു മതിൽ കെട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കും, സാറേ നമുക്ക് വീട് വയ്ക്കാൻ പോലും സാമ്പത്തികമില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ മതിൽ കെട്ടുന്നതെന്ന്. അപ്പോൾ നമ്മൾ ആദ്യം വീട് വയ്ക്കാനായിട്ടൊരു പറമ്പ് എടുക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഒരു ഏക്കറുള്ളൊരു വസ്തുവാണെന്നിരിക്കട്ടെ. ഒരു ഏക്കറുള്ളൊരു വസ്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിലൊരു 10-15 സെൻറ്റ് നമ്മുടെ വീടിൻ്റെ ആവശ്യത്തിനായിട്ട് ഒരു ഏരിയ തിരിക്കുന്നു. അപ്പോൾ അതിന് ചുറ്റും ഒരു വാസ്തുമണ്ഡലം നിർമ്മിച്ചാൽ മറ്റ് നെഗറ്റീവ് എനർജികളൊന്നും ഈ മണ്ഡലത്തിനകത്തോട്ട് കയറില്ല. അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ കറക്റ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അതിനകത്ത് ഉള്ള ഒരു ഗുണം. അപ്പോൾ ഈ മണ്ഡലം തിരിക്കാനായിട്ട് 2 അടി വീതിയിൽ 2 അടി താഴ്ചയിൽ 4 സൈഡും വാനം തോണ്ടി പാറ കെട്ടി അതിൽ മതിൽ കെട്ടി ഗേറ്റിട്ട് എടുക്കാം. അതൊരു രീതി. അതിന് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കശാല കോരി 4 വശത്തും ചെയ്തുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്തെടുക്കാം. അതും അല്ലെന്നുണ്ടെങ്കിൽ ഈ 4 മൂലകളിലായിട്ട് ഓരോ കുറ്റികൾ, ഒരു കാറ്റാടി കഴിയോ അങ്ങനെ ഇരുമ്പ് പൈപ്പോ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ട് നമുക്ക് ഈ പച്ച ഷീറ്റ് വാങ്ങിക്കാനായിട്ട് കിട്ടും. മറ്റേ വീടുകളൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറയ്ക്കുന്ന ഷീറ്റുണ്ട്, അത് വാങ്ങിച്ച് വേണമെങ്കിൽ കറക്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ 4 സൈഡിലും ഓരോ ചരട് കെട്ടിയെങ്കിലും ഒരു കയറ് കെട്ടിയെങ്കിലും അല്ലെങ്കിൽ ഒരു വേലി പോലെ തിരിച്ചെങ്കിലും നിങ്ങളുടെ ഏരിയ തിരിച്ചെടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ മതിൽ കെട്ടുന്നവരെ പറ്റി പറയുമ്പോൾ ഇന്നിപ്പോഴത്തേക്ക് ആൾക്കാർ മതിൽ കെട്ടുമ്പോഴത്തേക്ക് അതിൽ ചില സ്ഥലത്ത് ഉയരം കൂടുതൽ, ചില സ്ഥലത്ത് ഉയരം കുറവ്, അങ്ങനെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്, ഒരേ രീതിയിൽ ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പം വസ്തുവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത്? ഉദാഹരണത്തിന് വസ്തുവിൽ നമ്മൾ പറയും കന്നിമൂല ഭാഗം ഉയർന്നു നിൽക്കണം, വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നു നിൽക്കണം എന്ന് നമ്മൾ വസ്തുവിൻ്റെ ഒരു ലെവലിന് നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ എപ്പോഴും ഒരു മതിൽ കെട്ടുമ്പോഴും ഉയർന്നു നിൽക്കേണ്ട ഭാഗം കന്നിമൂല ഭാഗം തന്നെയാണ്. അതുപോലെ കന്നിമൂല ഭാഗം താഴ്ത്തിക്കൊണ്ട് അതിനേക്കാൾ ഉയരത്തിൽ ഒരിക്കലും വടക്ക് കിഴക്ക് ഭാഗത്ത് മതിൽ വരാൻ പാടില്ല. വടക്ക് കിഴക്ക് ഭാഗത്താണ് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എനർജി വരുന്നത്. അപ്പോൾ അതിനെ മറച്ചുകൊണ്ടുള്ള ഒരു പരിപാടികളും വടക്ക് കിഴക്ക് ഭാഗത്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് മതിൽ കെട്ടാം, കന്നിമൂലയിൽ എത്ര ഹൈറ്റ് ഉണ്ടോ അതേ ഹൈറ്റിലോ ഒരല്പം താഴ്ത്തിയോ വടക്ക് കിഴക്കും ചെയ്യാം. അതിനേക്കാൾ ഉയരാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി പലരും ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട്, സാറേ ഇതിൽ ഗേറ്റിൻ്റെ സ്ഥാനം എവിടെയാണ്, ഗേറ്റ് എവിടെയാണ്? ഞാൻ പല പ്രോഗ്രാമിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് ചോദിക്കുന്നവരുടെ ഇത് കൂടിക്കൊണ്ട് വരുന്നു. മാത്രമല്ല നമ്മുടെ പ്രോഗ്രാം പുതിയ ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവർ പുതിയ ആൾക്കാർ ഇത് കണ്ടിട്ടില്ലാത്തവർക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒരു വട്ടം കൂടെ ഞാൻ ആ ഗേറ്റിൻ്റെ സ്ഥാനം ഒന്ന് പറയാം. ഇത് നമ്മളുടെ വസ്തുവാണെന്ന് സങ്കല്പിക്കുക, വീടല്ല, വസ്തുവാണെന്ന് സങ്കല്പിക്കുക. ഇതിൽ 8 ദിക്കുകൾ, സൗത്ത്, നോർത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, ഇങ്ങനെയാണ് 8 ദിക്കുകൾ. ഇതിൽ നമുക്ക് ഗേറ്റിൻ്റെ സ്ഥാനം എവിടെയൊക്കെ വരാം എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനങ്ങൾ 4 സ്ഥാനങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, കിഴക്കോട്ട് ദർശനമുള്ള ഒരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഗേറ്റ് കൊടുക്കാം. അതല്ല വടക്കോട്ട് ദർശനമുള്ളൊരു വീടാണെങ്കിൽ അതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ വടക്കുന്ന് ഗേറ്റ് കൊടുക്കാം. ഇതിലാണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ കിഴക്കിൽ നിന്നാണ് കയറുന്നത്. ഇതിലാണെങ്കിൽ കിഴക്ക് ഭാഗത്തിൻ്റെ വടക്കിൽ നിന്നാണ് കയറുന്നത്. ഓക്കെ, പടിഞ്ഞാറോട്ട് ദർശനമുള്ളൊരു വീടാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗേറ്റ് കൊടുക്കാം. അതായത് വടക്ക് പടിഞ്ഞാറിൽ നിന്ന് കയറുന്ന രീതിയിൽ ഗേറ്റ് കൊടുക്കാം. ഇവിടെ നിന്നുള്ള ഗേറ്റ് ശരിയല്ല. അടുത്തത് തെക്കോട്ട് ദർശനമുള്ളൊരു വീടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഒരു ഇതുണ്ട്, തെക്കോട്ട് ദർശനം കൊള്ളാവോ അങ്ങനെ ഒരുപാട് ആൾക്കാർ അതിനെ പറ്റി പേടിക്കുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തെക്കോട്ട് ദർശനമുള്ള വീടാണെങ്കിൽ അതിൻ്റെ മറ്റ് റൂമുകളും വാതിലുകളും ഒക്കെ യഥാസ്ഥാനത്ത് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് തെക്കോട്ട് ദർശനമുള്ളൊരു വീടാണെങ്കിൽ അതിനും ഗേറ്റ് നിർമ്മിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനമുണ്ട്. തെക്ക് കിഴക്കിൻ്റെ തെക്കിൽ നിന്ന് കയറുന്ന രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം ഏത് ദിക്കിലേക്കുള്ള വസ്തുവായാലും ശരി അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതാത് സ്ഥലങ്ങളിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾക്കത് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം മതിലിൻ്റെ ഉയർച്ച താഴ്ചകൾ, അത് കഴിഞ്ഞിട്ട് ഈ ഗേറ്റിൻ്റെ സ്ഥാനവും പറഞ്ഞു. ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് വെക്കുമ്പോഴായാലും ശരി തന്നെ ഗേറ്റ് പണിയുമ്പോഴായാലും ശരി തന്നെ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം ക്ലോസ്ഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ക്ലോസ് ആയി തന്നെ വരണം. എന്നാൽ മാത്രമേ വീട്ടിൽ സമ്പത്ത് നിൽക്കത്തുള്ളൂ.
ഇതിൽ ഒരുപാട് ഞാൻ ഈ പറയുന്നതിൻ്റെ 100 ഇരട്ടി കാര്യങ്ങൾ സൂക്ഷ്മമായി അതിനകത്ത് നോക്കാനും പറയാനും ചെയ്യാനും ഒക്കെ ഉണ്ട്. നമുക്ക് ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതിൻ്റെ പരമാവധി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ഒരുപാട് അപ്പുറമാണ് ഇതിൻ്റെ കൂടുതലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ ഭാഗത്തുനിന്ന് കഴിയുന്നിടത്തോളം കാറ്റും വെളിച്ചവും ഒക്കെ കടന്ന രീതിയിൽ വരുന്ന വാതിലുകൾ ഉള്ളതും നല്ലതാണ്. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? വടക്ക് കിഴക്ക്, അതായത് ഈശാന കോണ്, നോർത്ത് ഈസ്റ്റ്. ക്ലോസ്ഡ് ആവേണ്ട എവിടെയാണ്? സൗത്ത് വെസ്റ്റ്, കന്നിമൂല, അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. 1-2 ഫെങ്ഷി ടൂളുകളും കൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇത് ഡ്രാഗൻ്റെ സ്റ്റാച്ചു ആണ്. ഡ്രാഗൺ എന്ന് പറയുമ്പോഴത്തേക്ക് വീടിൻ്റെ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത്, സ്വീകരണ മുറിയുടെ, അതായത് ചൈനയുടെ വിശ്വാസപ്രകാരം 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ്. അപ്പോൾ സ്വീകരണ മുറിയുടെ കിഴക്ക് ഭാഗത്ത് ഇത്തരത്തിലുള്ള ഒരു ഡ്രാഗൻ്റെ സിമ്പൽ വയ്ക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട്. ഒത്തിരി പോസിറ്റീവ് അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാനായിട്ട് ഈ ഡ്രാഗൺ നിങ്ങളെ സഹായിക്കുന്നതാണ്. മറ്റൊരു സിമ്പൽ എന്ന് പറയുന്നത് ഈ ഒരു ഹോഴ്സാണ്. ഈ ഹോഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാം, 2 കാലുകൾ ഉയർത്തി നിൽക്കുന്ന ഒരു വിക്ടറി ഹോഴ്സാണ്. ഇതിൽ കുറച്ച് ചൈനീസ് സിമ്പിൾസും കൂടി ചേർത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചൈനീസ് കോയിൻസ് ഉണ്ട്, ഇവിടെ ഇൻഗോട്ട് ഉണ്ട്, അതിൻ്റെ മുകളിലായിട്ടാണ് ഇത് ഹോഴ്സ് നിൽക്കുന്നത്. അപ്പോൾ വിക്ടറി, വിജയിച്ച് നിൽക്കുന്ന ഒരു കുതിര. അപ്പോൾ ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ സൗത്തിൽ വെക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വിജയം ഉണ്ടാവാനായിട്ട് ഇത് ഏറ്റവും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇത് വെക്കാവുന്ന മറ്റൊരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൻ ഡോർ. ഈ പറയുന്നത് നിങ്ങളുടെ ഓഫീസിൽ വയ്ക്കാം, നിങ്ങളുടെ ഷോപ്പിൽ വയ്ക്കാം, നിങ്ങളുടെ ഭവനത്തിൽ വയ്ക്കാം. ഇത് നിങ്ങളുടെ മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് ഓടിക്കയറി വരുന്ന രീതിയിൽ, പുറത്തോട്ട് പോകുന്ന കണക്കല്ല, ഒരിക്കലും പുറത്തോട്ട് പോകുന്ന രീതിയിൽ ഹോഴ്സിനെ വെക്കാൻ പാടില്ല. മെയിൻ ഡോറിൽ നിന്ന് ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഹോഴ്സിനെ വെക്കുന്നതും വിജയിച്ച് ഒരു കുതിര നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ലൈഫിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് ഓടിക്കയറുന്നതായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് തരും. അപ്പം ഹോഴ്സിനെ ഈ രീതിയിൽ വെക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ പരിചയപ്പെടുത്താവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഒരു 3 ടോർട്ടോയ്സ് ആണ്. ഒരു ടോർട്ടോയ്, അതിൻ്റെ മുകളിൽ മറ്റൊരു ടോർട്ടോയ്, അതിൻ്റെ മുകളിൽ വേറെ ഒരു ടോർട്ടോയ്. അപ്പോൾ ഇത് പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു ആവശ്യം എന്ന് പറയുന്നത്, ഇപ്പം ചില വീടുകളിൽ അച്ഛനുണ്ടാവും, മകനുണ്ടാവും, അച്ഛൻ്റെ അച്ഛനുണ്ടാവും. അപ്പോഴത്തേക്ക് 3 തലമുറയായി. അപ്പോൾ ഈ തലമുറകളുടെ ഐക്യത്തിന് ചിലപ്പം ഈ ഇളയ ചെറുമകനും ഈ അച്ചാച്ചനുമായിട്ട് ഒരുപക്ഷെ നല്ല ബന്ധത്തിലായിരിക്കില്ല. അവർ തങ്ങളിൽ ചിലപ്പോൾ ക്ലാഷ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ മകനും അച്ഛനുമായിട്ട് ക്ലാഷ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അച്ഛനും മകനുമായിട്ട് ക്ലാഷ് ഉണ്ടായിരിക്കും. എന്തായാലും ഈ 3 തലമുറകളുടെ ഐക്യത്തിനും അവർ സ്നേഹത്തോടെ മുന്നോട്ട് പോകാനായിട്ട് ഈ ടോർട്ടോയ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾക്ക് ഈ ടോർട്ടോയ്സ് ഇങ്ങനെ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ ഫെങ്ഷുയുടെ ടൂൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഒരു ടൂളും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇപ്പം കുട്ടികളില്ലാത്ത കപ്പിൾസ് ഉണ്ട്. കുട്ടികളില്ലാത്ത കപ്പിൾസിന് ഇപ്പം വാസ്തുപ്രകാരവും കുട്ടികളില്ലാത്തൊരവസ്ഥ വരാമെന്ന് വാസ്തുവിലും ഫെങ്ഷുയിലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെങ്ഷു പ്രകാരം അതിനൊരു റെമഡി ആയിട്ട് സ്വീകരണ മുറിയുടെ പടിഞ്ഞാറ് വശം, അതല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഈ കപ്പിൾസ് കിടക്കുന്ന ബെഡ്റൂമിൻ്റെ പടിഞ്ഞാറ് വശത്ത്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ബെഡ്റൂം ആണെങ്കിൽ അതിൻ്റെ പടിഞ്ഞാറ് വശത്ത് എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിൽ, ഇത് ചിൽഡ്രൻസ് ബുദ്ധ എന്നാണ് ഇതിൻ്റെ പേര്, ഒരു ലാഫിൻ ബുദ്ധയും അതിൻ്റെ ചുറ്റും കുട്ടികളുമായിട്ടിരിക്കുന്ന ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു അവിടെ വെക്കുന്നവർക്ക് ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാനായിട്ട് ഒരു നല്ല ടൂളായിട്ട് ഇത് കണക്കാക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്ന ഓരോ ടൂളുകളും ഞാൻ പല ആൾക്കാർക്ക് കൊടുത്ത് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. എന്തായാലും അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.